നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. 4 മരണം റിപ്പോർട്ട് ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും സംസാരിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി ഏകോപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. NDRF, പോലീസ് സേനകൾ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്നും പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിശക്തമായ മഴയിൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ കനത്ത നാശം. 4 പേർ മരിച്ചു. അടൂർ മലയിൽ ഉരുൾപൊട്ടി വീട്ടമ്മ മരിച്ചു. പയ്യാനിത്തോട്ടത്ത് വീടിനു മുകളിൽ മണ്ണിടിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം, അമ്മയെ കാണാതായി. കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞ് 72കാരനും മരിച്ചു. പത്തനംതിട്ട റാന്നിയിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. റോഡുകളെല്ലാം വെള്ളത്തിലാണ്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആശങ്കയിലാണ്. വെള്ളം കയറിയ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. സ്ഥലത്തേക്ക് കൂടുതൽ ഡിങ്കി ബോട്ടുകൾ എത്തിക്കും. തുമ്പാക്കുളത്ത് ഉരുൾപൊട്ടി. അരയഞ്ഞാലി മണ്ണ് കോസ്വേ പൂർണ്ണമായും മുങ്ങി. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ഇന്നത്തെ HDC-NBM പരീക്ഷകൾ മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്നത്തെ PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ 1000 കണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. അയൽവാസി തൂമാട്ട് അമ്മിണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മുറിഞ്ഞ് ഷിബുവിന്റെ വീടിന്റെ മുകളിലേക്ക് വീണത്. അപകടത്തിൽ അമ്മിണിയുടെ സ്ലാബ് മുതലും തകർന്നു. തെങ്ങ് വീണ് തകർന്ന ഓടുകളും നാളികേരങ്ങളും വീടിനുള്ളിലേക്ക് പതിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അകലാട് കാറും സൈക്കിളും കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് പരിക്ക്. മന്ദലാംകുന്ന് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള പിന്റുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ സൈക്കിൾ യാത്രികനെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുന്നംകുളം ബെദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC അധ്യക്ഷനായ യോഗത്തിൽ പ്രശസ്ത സീനിയർ ആർട്ടിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനില C. തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാംദാസ് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജിനീഷ് ജോൺ, സ്കൂൾ ലീഡർ അക്വീന ലിയാഷ കൊള്ളന്നൂർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ അലൻ കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. 6 വേദികളിലായി 2 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.